കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്തു. 13 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇരുവരെയും വിട്ടയച്ചത്. പരാതിയോടനുബന്ധിച്ചുള്ള വിശദമായ മൊഴിയെടുക്കലാണ് ഉണ്ടായതെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം ദിലീപ് പറഞ്ഞു. കേസിൽ ദിലീപിന് ക്ലീൻ ചിറ്റ് നൽകാനായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യും. ഉച്ചയ്ക്ക് കൃത്യം 12:30 ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. 1-2 മണിക്കൂർ കൊണ്ട് എല്ലാം കഴിയും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് താളം തെറ്റുകയായിരുന്നു. ഓരോ മണിക്കൂറും ഉദ്യോഗഭരിതമായ നിമിഷങ്ങൾ. എന്ത് സംഭവിക്കുന്നു, എന്തായിരിക്കും കേസിന്റെ ഗതി എന്നറിയാനായിരുന്നു മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. കേസിൽ ഇതുവരെ സമാഹരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താരങ്ങളെ ചോദ്യം ചെയ്തത്. അന്വേഷണ സംഘത്തിന് ലഭിച്ച ടെലിഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ, നടിയിൽ നിന്നും പ്രതികളിൽ നിന്നും ലഭിച്ച മൊഴി എന്നിവ അടിസ്ഥാനമാക്കി വെവ്വേറെ മുറികളിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഓരോ സംഭവങ്ങളെക്കുറിച്ചും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ ചോദിച്ചറിഞ്ഞത്. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി, നാദിർഷ എന്നിവരെ ചോദ്യം ചെയ്തത് മുഴുവനും വീഡിയോയിൽ പകർത്തി. താരങ്ങളുടെ ചോദ്യം ചെയ്യലിന്റെ രേഖ പ്രത്യേകമായി എഴുതി തയ്യാറാക്കി വായിച്ചു കേൾപ്പിച്ചു. കേസിൽ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് അടക്കമുള്ളവരുടെ പങ്ക് തള്ളിക്കളയാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയത്. ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന സൂചന നൽകിയാണ് താരങ്ങളെ വിട്ടയച്ചത്. മാരത്തൺ ചോദ്യം ചെയ്യലിന് വിധേയമായ ശേഷം പുറത്തുവന്ന മലയാളത്തിന്റെ സൂപ്പർ താരത്തിന്റെ പ്രതികരണം ഇതായിരുന്നു. എന്റെ പരാതിയിൽ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഈ കേസിനെ അനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണ്. വളരെ കോൺഫിഡന്റ് ആണ്. കേസ് എന്താണേലും പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നടക്കട്ടെ. കാര്യം ഞങ്ങൾ 2-3 ആൾക്കാരില്ല, അതുകൊണ്ട് ചോദിച്ചത്. എന്ത് ചോദ്യത്തിനും നമ്മൾ പോലീസിന്റെ കൂടെ ഉണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞാല് നമ്മളുടെ കൂടി ആവശ്യമാണ് ഇതിന്റെ സത്യം പുറത്തു വരാന്നുള്ളത്. പറഞ്ഞല്ലോ, പരാതി അനുബന്ധിച്ച് വിശദമായിട്ടുള്ള മൊഴിയെടുപ്പുമായിരുന്നു. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് അനുസരിച്ചിട്ടുള്ള കേസിന് ആസ്പദമായ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സംസാരിക്കായിരുന്നു. ഒരു പകലിന്റെ പകുതിയിൽ തുടങ്ങി ഒരു രാവിന്റെ പകുതിയിൽ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. റിപ്പോർട്ടർ യു ഷൈജുവിനൊപ്പം ആതിര അഗസ്റ്റിൻ, ടീം മീഡിയ 1, കൊച്ചി.